മകന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് നോമ്പുകാലത്താണ്. അയൽപ്പക്കത്തും നാട്ടിലുമുള്ള മുസ്ലിം സുഹൃത്തുക്കൾ വിവാഹ സൽക്കാരത്തിൽ എങ്ങനെ പങ്കെടുക്കുമെന്നതായിരുന്നു വിജയന്റെയും ബിന്ദുവിന്റെയും ആശങ്ക. വിവാഹശേഷം മകന് വിദേശത്തേക്ക് തിരിച്ചു പോകേണ്ടതിനാൽ ചടങ്ങ് നീട്ടിവെക്കാൻ കഴിയില്ല. ഒടുവിൽ പരിഹാരം കണ്ടെത്തി. വിവാഹ സൽക്കാരത്തിനൊപ്പം മുഴുവൻ മുസ്ലിം സുഹൃത്തുക്കൾക്കും ഇഫ്താർ വിരുന്നൊരുക്കി. ഈന്തപ്പഴവും പാനീയവും എല്ലാം പ്രത്യേകമായി സജ്ജീകരിച്ചു. മഗ്രിബ് ബാങ്ക് വിളിച്ചതോടെ നോമ്പ് തുറന്നു. വിവാഹ സൽക്കാരത്തിനിടെ ഒരു ഇഫ്താർ സംഗമം. ദീപകിന്റെയും ഡോക്ടർ അനുശ്രീ ആനന്ദിന്റെയും വിവാഹം മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും വേദിയായി. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.